പോയിന്റ്സ് ഓഫ് ദ ഡയഗണൽ വലിയ റോംബസിന്റെ വികരണങ്ങളുടെ ഡയഗണൽസിന്റെ മിഡ് പോയിന്റ് ചേർത്തിട്ടാണ്, അതായത് ഡയഗണൽസ് നീളങ്ങളുടെ പകുതി അത് അപ്പം 6 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു റെക്ടാങ്കിൾ. ഇന്നത്തെ വീഡിയോ ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽസ്, ചതുർഭുജങ്ങളുടെ പരപ്പളവ്. 8ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽസ്. 8ാം ക്ലാസ്സിലെ ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. പാർട്ടായിട്ട് ചെയ്യുന്നു. ഓരോ പാർട്ടുകൾ ഓരോ വീഡിയോയിലായിട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് വീഡിയോ കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ ജോയിൻഡ് ടു ഫോം എ സ്മോൾ ക്വാഡ്രിലേറ്ററൽ. ഒരു റോംബസിന്റെ സമഭുജ സമാന്തരികത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ച ആ ചെറിയ ചതുർഭുജം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദിസ് ക്വാഡ്രിലേറ്റർ ഈസ് എ റോംബസ്. ഈ ചതുർഭുജവും ഒരു സമഭുജ സാമാന്തരികമാണെന്ന് തെളിയിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ദ സ്മോൾ റോംബസ്. അത് റോംബസ് ആണെന്ന് നമ്മൾ തെളിയിച്ചെങ്കിൽ, ദ ഏരിയ ഓഫ് ദ സ്മോൾ റോംബസ് ഈസ് 3 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്, 3 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ലാർജ് റോംബസ്? വലിയ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും? ഇവിടെ പടം വരച്ച് നമ്മൾ തെളിയിക്കാൻ വേണ്ടി പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ABCD എന്നത് ഒരു റോംബസ് ആണ്, വലിയ ചതുർഭുജം. അത് റോംബസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ട് വരച്ചിരിക്കുന്നത് EFGH എന്നുള്ള ഒരു ക്വാഡ്രിലേറ്ററൽ ചതുർഭുജമാണ്. ഈ ചതുർഭുജം ഒരു സമഭുജ സാമാന്തരികം റോംബസ് ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇവിടെ നോക്കുക, ട്രയാങ്കിൾ AOB, പടത്തിൽ നോക്കുക, AOB, അതുപോലെ BOC, ട്രയാങ്കിൾ COD, ട്രയാങ്കിൾ DOA ആർ റൈറ്റ് ട്രയാങ്കിൾസ്. ഈ ത്രികോണങ്ങളെല്ലാം മട്ടത്രികോണങ്ങളാണ്. കാരണം റോംബസിന്റെ വികരണങ്ങൾ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. ഇപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആകുമ്പോൾ ഇത് മട്ടത്രികോണങ്ങളായിരിക്കും, റൈറ്റ് ട്രയാങ്കിൾസ് ആയിരിക്കും. ഇനി അതിൻ്റെ തുല്യമായ മട്ടത്രികോണങ്ങളായിരിക്കും. അപ്പോൾ ഈ തുല്യമായ ഈ മട്ടത്രികോണങ്ങളുടെ മിഡ് പോയിന്റുകൾ, മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ട് വരച്ചാലും നമുക്ക് കിട്ടുന്നത് തുല്യമായ മട്ടത്രികോണങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കർണങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെയും ഒരു റോംബസ് കിട്ടിയേ പറ്റൂ. ഇനി അത് എഴുതി വെക്കാം. Similarly, the small quadrilaterals, by joining the midpoints of the diagonals of the rhombus, has also 4 right triangles have equal hypotenuse. അതായത് ഒരേപോലെയുള്ള മട്ടത്രികോണങ്ങളുടെ മിഡ് പോയിന്റ്, മട്ടത്രികോണങ്ങളുടെ സൈഡുകളിലെ മിഡ് പോയിന്റുകൾ ചേർത്തിട്ടാണ് നമ്മൾ ചെറിയ ക്വാഡ്രിലേറ്ററൽ ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെയും എന്തായിരിക്കും? അവിടെ കിട്ടുന്നതും ഈക്വൽ റൈറ്റ് ട്രയാങ്കിൾസ് ആയിരിക്കും കിട്ടുക. അതുപോലെ ഈക്വൽ റൈറ്റ് ട്രയാങ്കിൾസ് ആകുമ്പോൾ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസുകളും ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ നമുക്ക് പടത്തിൽ EF, FG, GH, HE ഇവ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതും ഒരു റോംബസ് ആയിരിക്കും. ഇനി ഇത് മലയാളത്തിൽ എഴുതിയാൽ, അതുപോലെ ചെറിയ ചതുർഭുജത്തിൽ നമ്മളിപ്പം ABCD എന്ന വലിയ റോംബസ്, അതിൻ്റെ വികരണങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ടാണ് ചെറിയ ചതുർഭുജം വരച്ചത്. അപ്പോൾ നമ്മുടെ EFGH എന്നുള്ള ചെറിയ ചതുർഭുജം അത് ഈ ABCDയുടെ വികരണങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചതാണ്. അപ്പോൾ ചെറിയ ചതുർഭുജത്തിൽ വികരണങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുമ്പോൾ തുല്യമായ 4 മട്ടത്രികോണങ്ങൾ തന്നെ കിട്ടും. അപ്പോൾ അവയുടെ കർണങ്ങളും തുല്യമായിരിക്കും. അതുകൊണ്ട് EFGH ഒരു സമഭുജ സാമാന്തരികം തന്നെ ആയിരിക്കും. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ദ സ്മോൾ റോംബസ് ഈസ് 3 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ലാർജ് റോംബസ്? ചെറിയ റോംബസാണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ചെറിയ റോംബസിൻ്റെ പരപ്പളവ് 3 സ്ക്വയർ സെന്റിമീറ്റർ ആണെങ്കിൽ വലുതിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? നമുക്ക് ചെയ്ത് നോക്കാം. ചെറിയ റോംബസിന്റെ പരപ്പളവ്, അതായത് റോംബസിന്റെ പരപ്പളവ് ഓഫ് D1 ഇൻറ്റു D2, അത് ഈസ് ഈക്വൽ ടു നമുക്ക്
3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വലിയ റോംബസിൻ്റെ വികരണങ്ങളുടെ ഡയഗണൽസിൻ്റെ മിഡ് പോയിന്റ് ചേർത്തിട്ടാണ്, അതായത് ഡയഗണൽസ് നീളങ്ങളുടെ പകുതി അത് ചേർത്തിട്ടാണ് ചെറിയ റോംബസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ റോംബസിൻ്റെ വികരണങ്ങളുടെ ഡയഗണൽസിൻ്റെ നീളങ്ങളുടെ ഇരട്ടിയായിരിക്കും, അതായത് 2 മടങ്ങായിരിക്കും വലിയ റോംബസിൻ്റെ നീളം, വികരണങ്ങളുടെ നീളം. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ, ഏരിയ ഓഫ് ലാർജർ റോംബസ് എ ഈസ് ഈക്വൽ ടു, അവിടെയും ഇക്വേഷൻ ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2 ആണ്. അപ്പോൾ നമ്മളിവിടെ 2d1 ഇൻറ്റു 2d2 എന്നെടുക്കുന്നു, ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 4d1 d2. അപ്പോൾ ഇതിനെ നമുക്ക് ഈക്വൽ ടു, ഇതിനെ മാറ്റി എഴുതുന്നു 4 ഇൻറ്റു ഹാഫ് d1 d2 എന്ന് മാറ്റി എഴുതും. വേണമെങ്കിൽ 2നെ 4നെ കട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഹാഫ് d1 d2 എന്നുള്ളത് 3 ആണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതേപോലെ മാറ്റി എഴുതാൻ വേണ്ടി ആ 4നെ 2നെ കട്ട് ചെയ്തിട്ടില്ല, 4നെ മാറ്റി 4 ഇൻറ്റു ഹാഫ് d1 d2 എന്ന് എഴുതി വെച്ചു. അപ്പോൾ ഏരിയ ഈക്വൽ ടു 4 ഇൻറ്റു ഹാഫ് d1 d2 ഈക്വൽ ടു 4 ഇൻറ്റു ഹാഫ് d1 d2 നമുക്ക് 3 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് 4 ഇൻറ്റു 3 ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ വലിയ റോംബസിൻ്റെ ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the area of the largest rhombus that can be drawn inside a rectangle of sides 6 centimeters and 4 centimeters? What is the area of the largest rhombus? ഏറ്റവും വലിയ ഒരു സമഭുജ സാമാന്തരികം that can be drawn inside a rectangle, ഒരു ചതുരത്തിനകത്ത് വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ. അപ്പോൾ ചതുരത്തിൻ്റെ സൈഡ്സ് വന്നിട്ടുണ്ട് 4 centimeters and 6 centimeters and 4 centimeters. 6ഉം 4ഉം വശങ്ങളുള്ള ഒരു ചതുരം വരച്ചാൽ ആ ചതുരത്തിൻ്റെ അകത്ത് വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് വരച്ച് നോക്കാം. ഇനി ഇവിടെ പടത്തിൽ നോക്കുക. അപ്പം 6 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു. ഈ റെക്റ്റാങ്കിളിൻ്റെ ഇതിൽ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലുത്, അപ്പോൾ അതിൻ്റെ റെക്റ്റാങ്കിൾ സൈഡ്സ് നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി, റോംബസിൻ്റെ ഏരിയ കാണാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഡയഗണൽസ് ആണ്. അപ്പോൾ ഇവിടെ ഈ 6 സെൻറ്റിമീറ്റർ നമ്മളൊരു ഡയഗണലായിട്ടും ഇവിടെയുള്ള ഈ 4 സെൻറ്റിമീറ്ററിനെ ഒരു ഡയഗണലായിട്ടും നമ്മൾ എടുത്തു. അപ്പോൾ നമുക്കിവിടെ ഈ വരച്ച റോംബസിൻ്റെ ഡയഗണൽസിൽ എന്ത് നമുക്ക് കിട്ടി? അപ്പോൾ നമുക്കതിനെ എഴുതി വെക്കാം. ഇവിടെ 2 ഡയഗണൽ, ഒന്ന് d1 is equal to 6 സെൻറ്റിമീറ്റർ എന്നും അതുപോലെ d2 is equal to 4 സെൻറ്റിമീറ്റർ എന്നും എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഏരിയ, റോംബസിൻ്റെ ഏരിയ A is equal to half d1 d2 ആണ് നമുക്കറിയാം. അപ്പോൾ ഈക്വൽ ടു 1/2 ഇൻറ്റു 6 ഇൻറ്റു 4 ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഈ റെക്റ്റാങ്കിളിൻ്റെ നീളവും വീതിയും അതിനെയാണ് നമ്മൾ ഈ റോംബസിൻ്റെ വികരണങ്ങളായിട്ട് എടുത്തത്, ഡയഗണൽസ് ആയിട്ട് എടുത്തത്. അപ്പോൾ ഒന്നിന് d1 എന്നും d2 എന്നും കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ 6ഉം 4നും സൈഡ്സ് തന്നിട്ടുള്ളതുകൊണ്ട് 6ഉം 4ഉം തന്നെയാണ് ഇവിടുത്തെ ഡയഗണൽസും. അത് കണ്ടുപിടിച്ചു, അത് എഴുതി വെച്ചു. പിന്നീട് ഡയറക്റ്റ് ഇക്വേഷനകത്ത് കൊടുത്തു. ഏരിയയുടെ ഇക്വേഷൻ A is equal to half d1 d2 ആണ്. ആ ഹാഫ് d1 d2 കൊടുത്തു, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 1/2 ഇൻറ്റു 6 ഇൻറ്റു 4. നമുക്ക് ആൻസർ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ.